സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് തുക അനുവദിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 13 കോടി രൂപയാണ് അനുവദിച്ചത്. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി രശ്മി കാർത്തികയുണ്ട്. രശ്മി, ജനം TV ആണ് ആദ്യം ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മെഡിക്കൽ മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടക്കുകയാണ്. ഇത് സംസ്കരണം നടത്തിയിരുന്ന ഇമേജിന് 2 കോടിയിലേറെ രൂപ നൽകാനുണ്ട് എന്നുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം TV ആണ്. തുടർന്നാണ് ഇപ്പോൾ സർക്കാർ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അദൃശ്യ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദേശീയ ഹരിത ട്രിബ്യൂണലും അതോടൊപ്പം തന്നെ കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡും പലതവണ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ ഓരോ ആശുപത്രികൾക്കും പ്രത്യേക സംവിധാനം വേണമെന്നുള്ളൊരു നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ സർക്കാർ കടന്നിട്ടില്ല. കാലങ്ങളായി ഈ ഒരു മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൃത്യസമയത്ത് തന്നെ അത് സംസ്കരിക്കാതെ കുമിഞ്ഞുകൂടി കിടക്കുകയും അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുൾപ്പെടെ കാരണമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത് ജനം TV ആണ് വാർത്ത ചെയ്തത്. IMA നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിയന്ത്രണത്തിലുള്ള ഇമേജ് എന്ന സൊസൈറ്റിയാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഇത്തരത്തിൽ മാലിന്യങ്ങൾ എടുക്കുന്നത്. ആ ഇമേജിന് കോടികൾ കുടിശ്ശിക നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 കോടിയോളം രൂപയാണ് ഇമേജിന് കുടിശ്ശികയായി നൽകാനുള്ളത്. അത് കാരണം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിൽ അവർ കുറവ് വരുത്തിയിരുന്നു. മാലിന്യങ്ങൾ എടുക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ എത്തിയിരുന്നു. തുടർന്നാണ് അതാത് ആശുപത്രികളിൽ ഇത്തരത്തിലുള്ളൊരു പ്രത്യേക സംവിധാനം ഒരുക്കാമെന്നുള്ളൊരു ആശയത്തിലേക്കൊക്കെ എത്തിയത്. പക്ഷേ അതിന്റെ നടപടികളിലേക്കൊന്നും തന്നെ സർക്കാർ കടന്നിരുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. മാലിന്യങ്ങൾ കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതും നവജാത ശിശുക്കളുടെ വാർഡിന് സമീപമായിരുന്നു ഈ മെഡിക്കൽ മാലിന്യങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്തത്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ 48 മണിക്കൂറിനകം തന്നെ അത് കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരിക്കണം. അത് ഇത്തരത്തിൽ അലക്ഷ്യമായി കത്തിക്കുന്നതൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക്, ശ്വാസകോശം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ജനം TV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ വ്യാപകമായി വിമർശനം ഉയർന്നൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുകയാണ്. 13 കോടി രൂപയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. അതും ആരോഗ്യവകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇനി അത്തരത്തിലുള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നുള്ളതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. ഏതായാലും ഈ മഴക്കാലം കൂടി സജീവമായ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ മാലിന്യങ്ങൾ വെള്ളം നിറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അതിഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കും. നിലവിൽ തന്നെ പകർച്ചവ്യാധി വ്യാപനം, ജീവിതശൈലി രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളൊക്കെ സംസ്ഥാനത്ത് പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിദിനം തന്നെ നിരവധി ആളുകൾ, 10,000-ത്തിനപ്പുറത്തേക്ക് ആളുകൾ വൈറൽ പനിയൊക്കെ ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ രോഗികളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് മുൻ വർഷങ്ങളെക്കാൾ ഒരു 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി തന്നെ ഈ മെഡിക്കൽ മാലിന്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേരത്തെ തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അതായത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഒടുവിൽ ഈ 2 വർഷങ്ങൾക്ക് ഇപ്പുറം പലതവണ ഇത് വാർത്ത നൽകി ആരോഗ്യവകുപ്പിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് നിലവിൽ ഇപ്പോൾ തുക അനുവദിച്ച് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. ദൃശ്യം.